ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഡാറ്റാബേസ് സെറ്റപ്പ് ചെയ്യുന്നതെന്നും ആ ഒരു ഡാറ്റാബേസ് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുമാണ് ഡിസ്കസ് ചെയ്തത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ആ ഒരു സെറ്റപ്പ് ചെയ്ത ഡാറ്റാബേസിലോട്ട് നമ്മൾ മുന്നേ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡാറ്റാബേസ് ടേബിൾസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ആ ടേബിൾസ് എങ്ങനെയാണ് നെസ്റ്റേഴ്സിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് VS കോഡ് എടുക്കാം. സോ ഇത് നമ്മൾ ലാസ്റ്റ് ടൈം സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസ് കണക്ഷനാണ്. ഓക്കെ, സോ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഡാറ്റാബേസ് ടേബിൾസിന് നമ്മുടെ നെസ്റ്റേഴ്സ് ആപ്ലിക്കേഷൻസിലെ എൻറ്റിറ്റീസ് എന്നാണ് കോൾ ചെയ്യുന്നത്. ചിലവർ അതിന് മോഡൽസ് എന്നും കോൾ ചെയ്യാറുണ്ട്. സോ നമുക്ക് എൻറ്റിറ്റീസ് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ നെസ്റ്റേഴ്സിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, സോ ഇവിടെ സീക്വലൈസിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ മോഡൽസ് എന്നാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. നമുക്കതിനെ എൻറ്റിറ്റീസ് എന്ന് നമ്മുടെ ആപ്ലിക്കേഷനിൽ കോൾ ചെയ്യാം. സോ ഈ എൻറ്റിറ്റീസ് ആണ് നമ്മൾ ഡാറ്റാബേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് ക്ലാസ് ആണ് ആ ഒരു ടേബിൾസിൻ്റെ. സോ ഈ ഒരു എൻറ്റിറ്റീസിലായിരിക്കും നമ്മൾ ആ ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. അതേപോലെ ഈ ഒരു എൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡാറ്റാബേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടേബിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഓരോരോ മൊഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മൾ ഓൾറെഡി ആ ഒരു ടേബിൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത കാരണം നമുക്ക് ഏതൊക്കെ മൊഡ്യൂൾസാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വേണ്ടതെന്നൊരു ഐഡിയ ഉണ്ട്. സോ നമുക്ക് ആ DB ഡിസൈൻ ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ബേസിക്കലി വേണ്ടതൊരു യൂസർ മൊഡ്യൂളാണ്. സോ ആ ഒരു യൂസർ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ കാറ്റഗറി, പ്രൊഡക്ട്സ്, ഓർഡേഴ്സ്, പേയ്മെൻറ്റ്സ് ആൻഡ് ഓർഡർ ഐറ്റംസ്, ഇങ്ങനെ ഓരോ എൻറ്റിറ്റീസിനും ആവശ്യമായിട്ടുള്ള മൊഡ്യൂൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു മൊഡ്യൂൾസിൻ്റെ ഉള്ളിലാണ് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് എൻറ്റിറ്റീസ് ആഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തിങ് നമുക്ക് യൂസർ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. സോ ഓൾറെഡി നമ്മൾ നെസ്റ്റേഴ്സിൻ്റെ CLI എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒരു മൊഡ്യൂൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും നമുക്കറിയാം. സോ ആ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ജനറേറ്റ് മൊഡ്യൂൾ, ആ ഒരു മൊഡ്യൂളിൻ്റെ പേര്. സോ നമുക്ക് ഫസ്റ്റ് വേണ്ടത് യൂസർ മൊഡ്യൂളാണ്. സോ യൂസർ മൊഡ്യൂളിൻ്റെ യൂസർ കൊടുക്കുക. സോ ഓൾറെഡി യൂസർ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഏതായിരുന്നു? കാറ്റഗറി ആണ്. സോ യൂസർ മൊഡ്യൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റഗറി മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, പ്രൊഡക്റ്റ് മൊഡ്യൂളായി. പിന്നെ വേണ്ടത് ഓർഡേഴ്സ് ആണ്. സോ ഓർഡർ, പിന്നെ ഈ ഓർഡേഴ്സും ഓർഡർ ഐറ്റംസും നമുക്ക് ആ ഒരു എൻറ്റിറ്റീസ് നമുക്ക് ഓർഡർ മൊഡ്യൂളിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്താൽ മതി, കാരണം അത് രണ്ടും റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് വേണ്ടത് ഒരു പേയ്മെൻറ്റ് മൊഡ്യൂളാണ്. സോ പേയ്മെൻറ്റ്. സോ നമുക്ക് ആവശ്യമുള്ള എല്ലാ മൊഡ്യൂൾസും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ മൊഡ്യൂൾസിൻ്റെ ഉള്ളിലാണ് നമ്മൾ എൻറ്റിറ്റീസ് ലോഡ് ചെയ്യുന്നത്. സോ എൻറ്റിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ യൂസറിൻ്റെ മൊഡ്യൂളിൻ്റെ ഉള്ളിൽ ജസ്റ്റ് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, എൻറ്റിറ്റീസ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് എൻറ്റിറ്റി, അതായത് യൂസേഴ്സ് ടേബിളിൻ്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാം. സോ യൂസർ ഡോട്ട് എൻറ്റിറ്റി ഡോട്ട് TS. ഓക്കെ, ഇതിലാണ് നമ്മൾ യൂസേഴ്സ് ടേബിളിൻ്റെ ആ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നെസ്റ്റേഴ്സിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ ആ ഒരു ബേസിക് സ്ട്രക്ചർ തന്നിട്ടുണ്ട് ഒരു എൻറ്റിറ്റിയുടെ. ആ ഒരു ഇത് കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഒരു ബേസിക് സ്കെലട്ടൺ ഓഫ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടേബിൾ സ്ട്രക്ചറിലോട്ട് പോകാം. നമ്മൾ എന്താണ് യൂസേഴ്സ് ടേബിളിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്നുള്ളത്. സോ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ID ആണ്, അതായത് നമ്മുടെ പ്രൈമറി കീ ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത് ID ആണ്. അതിൻ്റെ ടൈപ്പ് ഒരു ബിഗ് സീരിയലാണ്. ഓക്കെ, സോ ആ ഒരു ID നമുക്കിവിടെ വേണം. അതേപോലെ അതൊരു നമ്പറാണ് അല്ലെങ്കിൽ സ്ട്രിങ് ആണ്. സോ ആ ഒരു കോളൻ ടൈപ്പ് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം, ലൈക്ക് ആ ഒരു ടൈപ്പ് എന്താണെന്നുള്ളത്. സോ ടൈപ്പ് നമുക്ക് വരുന്നത് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീയിലാണ്. സോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ബിഗ് ഇൻഡായിട്ടാണ്, അതൊരു ബിഗ് ഇൻറ്റിജറാണ്. സോ ഇത് നമ്മുടെ ഒരു പ്രൈമറി കീ ആണ്. സോ ആ പ്രൈമറി കീ ആണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈമറി കീ എന്നൊരു ടൈപ്പ് ഇവിടെ കൊടുക്കും. പ്രൈമറി കീ ഒരു ബൂളിയൻ ആണ്. സോ ആ ഒരു ബൂളിയൻ വാല്യൂ കൊടുക്കാം.
ഇനി ഈ ഒരു ഇതൊരു ഇൻറ്റിജറാണ് ആക്ച്വലി. സോ ഇത് നമുക്ക് ഓരോ എൻട്രീസും നമുക്ക് ഓട്ടോ ഇൻക്രിമെൻ്റ് ആയിട്ട് പോകണം. ലൈക്ക് ഫസ്റ്റ് എൻട്രി 1 ആയിരിക്കും, സെക്കൻഡ് എൻട്രി 2 ആയിരിക്കും. ഇതൊരു ഓട്ടോ ജനറേറ്റഡ് കോളമാണ്. സോ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പാരാമീറ്റർ ഉണ്ട്, ഓട്ടോ ഇൻക്രിമെൻറ്റ്. ഓക്കെ, പിന്നെ ഇത് പ്രൈമറി കീ ആയാലും ഇത് ഡിഫോൾട്ട്ലി ഇത് എലൗനാൾ ട്രൂ ആയിരിക്കില്ല, ഫാൾസ് ആയിരിക്കും. സോ ഇത് എന്തായാലും ഒരു മാൻഡേറ്ററി ഫീൽഡാണ്. പിന്നെ ഇത് ബിഗിൻഡ് കൊടുത്തു കഴിഞ്ഞാലുള്ളത് ഇതൊരു സീരിയൽ ടൈപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ റിട്ടേൺ എപ്പോഴും ഒരു സ്ട്രിങ് ആയിരിക്കും. അതായത് നമ്മൾ ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ പോലും ഇതൊരു സ്ട്രിങ്, ഒരു നമ്പർ സ്ട്രിങ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്ട്രിങ് ആയിട്ട് കൊടുത്തേക്കുന്നത്. സോ ഇതിലോട്ട് നമ്മൾ ഡാറ്റ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ക്വറി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ സ്ട്രിങ് അതായത് നമ്പർ സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാലും നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ഇത് എടുക്കും, കാരണം ഇതൊരു സീരിയൽ ടൈപ്പ് ആയതുകൊണ്ട്. നെക്സ്റ്റ് തിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇമെയിൽ ഫീൽഡാണ്. സോ ഇമെയിൽ ഫീൽഡ് അതും ഒരു സ്ട്രിങ് ആണ്. പിന്നെ ഇവിടെ ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട് അതൊരു നോട്ട് നൾ ഫീൽഡാണ്, വാർക്കെയർ ഫീൽഡാണ്. സോ ടൈപ്പ് കൊടുക്കുന്ന സമയത്ത് വാർക്കെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റാബേസ് ടൈപ്സിൽ സ്ട്രിങ് ആണ് ചൂസ് ചെയ്യുന്നത്. സോ ഈ സ്ട്രിങ് എന്ന് പറയുന്നത്, അതായത് സീക്വലൈസ് ടൈപ്പ് സ്ക്രിപ്റ്റിൽ സ്ട്രിങ് എന്ന് പറയുന്നത് വാർക്കെയറിന് ഇക്വലൻ്റ് ആണ്. സോ നമ്മൾ സ്ട്രിങ് ആണ് കൊടുക്കുന്നത്. പിന്നെ ഇത് നോട്ട് നള്ളാണ്. അപ്പം എല്ലാം നൾ എന്ന് പറഞ്ഞിട്ടൊരു പാരാമീറ്റർ ഉണ്ട്, അത് ഫാൾസ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നൾ അലൗ ചെയ്യില്ല. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് നമുക്ക് വേണ്ടത് പാസ്വേഡ് ഹാഷ് ആണ്. പാസ്വേഡ് ഹാഷ്. സോ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ശ്രദ്ധിക്കാൻ പറ്റും. അതായത് ഞാൻ ഡാറ്റാബേസിൽ സ്നേക്ക് കീസും എൻ്റെ എൻറ്റിറ്റിയിൽ ക്യാമൽ കീസുമാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ അത് മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ലൈക്ക് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഒരു സ്നേക്ക് കേസും ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു ക്യാമൽ കേസുമാണ്. അപ്പോൾ ഇതൊരു ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ കൊടുത്തേക്കുന്ന വാല്യൂ വെച്ചിട്ടായിരിക്കും ഡാറ്റാബേസിൽ അത് മാപ്പ് ആവുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ ടൈപ്പ് കൊടുക്കും. സോ പാസ്വേഡ് ഹാഷ് നമ്മൾ സ്ട്രിങ് ആയിട്ട് തന്നെയാണ് കീപ്പ് ചെയ്യാൻ പോകുന്നത്. സോ സ്ട്രിങ്. ഓക്കെ, ഇനി അത് എലൗ നള്ളാണോ? എലൗ നൾ ഫാൾസ് ആണ്. ഓക്കെ, സോ എലൗ നൾ ഫാൾസ്. ഇനി അതിൻ്റെ കേസിൽ നമുക്ക് ഇവിടെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കൂടിയുണ്ട്. അതായത് നമുക്ക് ആ ഒരു ഫീൽഡിൻ്റെ നെയിം, ഇഫ് സെറ്റ് സീക്വലൈസ് വിൽ മാപ്പ് ദ ആട്രിബ്യൂട്ട് നെയിം ടു ദ ഡിഫറെൻറ്റ് നെയിം ഇൻ ദ ഡാറ്റാബേസ്. അതായത് നമുക്കിവിടെ ഫീൽഡ് നെയിം സെറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഫീൽഡിൻ്റെ പേര് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് പാസ്വേഡ് അണ്ടർസ്കോർ ഹാഷ് എന്നാണ്. സോ നമ്മൾ സ്നേക്ക് കേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഇവിടെ ക്യാമൽ കേസ് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഡാറ്റാബേസിൽ അതിൻ്റെ ഒറിജിനൽ ഫീൽഡ് നെയിം എന്താണെന്നുള്ളത് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് വരുന്നത് ഫുൾ നെയിമാണ്. ഓക്കെ, സോ ഫുൾ നെയിം വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, ഫുൾ നെയിം വരുന്ന സമയത്ത് ഓക്കെ അത് നോട്ട് നള്ളല്ല, അതിൻ്റെ അകത്ത് നള്ള് വരാം. സോ ഫുൾ നെയിം നമ്മൾ ക്യാമൽ കേസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ അതിനെ സ്നേക്ക് കേസ് ആയിട്ട് മാറ്റും. ഓക്കെ, ഇനി ഇത് എലൗ നൾ ട്രൂ ആണ്. സോ എലൗ നൾ ട്രൂ ആയി കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ടൈപ്പും നമ്മളിവിടെ നള്ളായിട്ട് ഡിഫൈൻ ചെയ്യണം. കാരണം ഈ ഒരു വേരിയബിളിൽ അല്ലെങ്കിൽ ഈ ഒരു കോളത്തിൽ നള്ള് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടൈപ്പ് കംപ്ലീഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു വാല്യൂവിൽ നള്ള് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നള്ള് റെസ്പോൺസ് ആയിട്ട് വരും എന്നുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ നള്ളായിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, സോ ആ ഒരു ഫീൽഡ് കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ക്രിയേറ്റഡ് അറ്റ് ഫീൽഡാണ്. സോ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു കോളം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ടൈപ്പ് ഡേറ്റ് ടൈപ്പ് ആയിരിക്കും. അതെല്ലാം ഞാൻ ഫാൾസ് ആണ്. ഇവിടെ ക്രിയേറ്റഡ് അറ്റ്. ഓക്കെ, ഇതിൻ്റെ ടൈപ്പ് ഡേറ്റ് ആയിരിക്കും. ഫീൽഡ് നമ്മൾ ക്രിയേറ്റഡ് അണ്ടർസ്കോർ അറ്റ്.
പിന്നെ ഇതിനൊരു ഡിഫോൾട്ട് വാല്യൂ ഉണ്ട്. അതായത് എന്താ, നമുക്കിവിടെ നോക്കിയാൽ അറിയാം അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ കറണ്ട് ഡേറ്റ് ആയിരിക്കും എപ്പോഴും. സോ ഡിഫോൾട്ട് വാല്യൂ ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റാബേസ് ഡോട്ട് നൗ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡാണ്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും ആ ഒരു ഫീൽഡിൽ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കറണ്ട് ഡേറ്റ് ആയിരിക്കും എടുത്ത് വയ്ക്കുന്നത്. സോ ഇതാണ് ഒരു മെത്തേഡ്. ഇനി നമുക്ക് ഇതേ ക്രിയേറ്റഡ് ആയിട്ട് വേറൊരു രീതിയിലും ചെയ്യാം. ലൈക്ക് ജസ്റ്റ് നമുക്ക് ഇത്രയും കൊടുക്കേണ്ട കാര്യമില്ല ഇത് ചെയ്യാനായിട്ട്. നമുക്ക് എന്താ, ഇവിടെ ക്രിയേറ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡെക്കറേറ്റർ ഉണ്ട്. അത് ജസ്റ്റ് കൊടുത്താൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആയിട്ട് ഇവിടെ ഹാൻഡിൽ ചെയ്തോളൂ. നമ്മൾ ആ ഒരു ഇത് കൊടുത്തില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഡിഫറെൻറ്റ് ഡെക്കറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ ആ ക്രിയേറ്റഡ് ആയിട്ടും നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട് നൾ ആയിട്ടുള്ള ഫീൽഡ്സ് നമ്മൾ എൻറ്റിറ്റി ലെവലിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് നൾ അസേഷൻ എന്ന ഒരു അനോട്ടേഷൻ പോലെയുണ്ട്. സോ ഇത് നോട്ട് നൾ അല്ല, ഇത് നോട്ട് നള്ളാണ്. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് നോട്ട് നള്ളബിളായിട്ടുള്ള ഫീൽഡാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു ടേബിളിന് നമുക്കൊരു പേര് കൊടുക്കണം. അതായത് നമ്മുടെ ഡാറ്റാബേസ് ഡിസൈനിൽ നമ്മൾ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ് കൊടുത്തേക്കുന്നത്. സോ ആ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടേബിളിൻ്റെ അവിടെ ഓപ്ഷൻസ് ഉണ്ട്. സോ ടേബിൾ നെയിം, സോ യൂസേഴ്സ്. ഓക്കെ, ഇങ്ങനെ പേര് കൊടുക്കാം. ഇപ്പോൾ ഒരു ബേസിക് എന്താ, നമ്മളൊരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചും കൂടി ടൈപ്പ് ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് കൂടി ഇവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻറ്റിറ്റി കോൾ ചെയ്യുന്നവിടെ കുറച്ചും കൂടി ടൈപ്പ് ഡെഫിനിഷൻസ് അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെ ഒരു ടൈപ്പ് ഡിഫൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എൻറ്റിറ്റീസും കൂടി ക്രിയേറ്റ് ചെയ്യാം. സോ ഇനി നെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് കാറ്റഗറിയാണ്. സോ ജസ്റ്റ് ഇതുപോലെ എൻറ്റിറ്റീസ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. എൻറ്റിറ്റീസ് ഫോൾഡർ, അതിൻ്റെ ഉള്ളിൽ കാറ്റഗറി ഡോട്ട് എൻറ്റിറ്റി ഡോട്ട് ടി എസ്. ജസ്റ്റ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത എൻറ്റിറ്റി കോപ്പി ചെയ്യുക, പേസ്റ്റ്. നമുക്ക് കാറ്റഗറിയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഐ ഡി, നെയിം, പാരൻ്റ് ഐ ഡി. ഓക്കെ, സോ ഇവിടെ വരുന്നത് കാറ്റഗറീസ്, ടേബിളിൻ്റെ നെയിം, പിന്നെ പ്രൈമറിക്ക് ഐ ഡി തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് നെയിമാണ്. സോ നെയിം ലാനാൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഓക്കെ, സോ നെക്സ്റ്റ് കോളം നമുക്കുള്ളത് പാരൻ്റ് ഐ ഡി ആണ്. സോ ഇതൊരു സെൽഫ് റെഫറൻസിങ് ഫോറിൻ കീ കോളമാണ്. സോ അത് ആഡ് ചെയ്യാനായിട്ട് സെയിം പോലെ തന്നെ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണ്, അതുപോലെ തന്നെ ഒരു കോളം ക്രിയേറ്റ് ചെയ്യാം. സോ പാരൻ്റ് ഐ ഡി ഇതൊരു കോളം ആണ്. അതിൻ്റെ ടൈപ്പ് സെയിം ആസ് നമ്മുടെ പ്രൈമറി കീയുടെ ടൈപ്പ് കൊടുക്കുക. ബിഗിൻ എലവനൽ ഫാൾസ് ആണ്. പിന്നെ ഉള്ളത് ഇതൊരു സ്ട്രിംഗ് കോളമാണ്. ഇനി നമുക്കിതൊരു ഫോറിൻ കീ കോളമാണെന്ന് ഡിഫൈൻ ചെയ്യണം. സോ ഫോറിൻ കീ കോളമാണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോറിൻ കീ ഡെക്കറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. സോ അത് ഏത് ഫോറിൻ കീ ആണെന്ന്, ഏത് എൻറ്റിറ്റിയുടെ ഫോറിൻ കീ ആണെന്ന് പറഞ്ഞു കൊടുക്കണം. സോ ഈ എൻറ്റിറ്റിയുടെ പേര് നമ്മളിപ്പോൾ യൂസർ എന്നാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ പേര് നെയിം ചെയ്ത് നമ്മൾ കാറ്റഗറി നോക്കണം. സോ ഇത് കാറ്റഗറി ഇതിൻ്റെ ഫോറിൻ കീ ആണ്. ഓക്കെ, സോ ആ ഒരു ഇത് കംപ്ലീറ്റ് ആയി. പിന്നെ ഇതിൻ്റെ ഫീൽഡ് നെയിം, സോ ഫീൽഡ് നെയിം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ക്യാമറ കീസ് ആക്കുന്നു, പാരൻ്റ് ഐ ഡി. ഓക്കെ, ഇപ്പോൾ ഫോറിൻ കീ ഡിഫൈൻ ചെയ്തു. ഇനി ഇതിൻ്റെ റിലേഷൻ, അതായത് ഈ ഒരു കോളം ഈ ഒരു ടേബിളിലുള്ള ഫോറിൻ കീ ആണെന്നുള്ളത്, സെൽഫ് റെഫറൻസിങ് ഫോറിൻ കീ ആണെന്നുള്ളത് റിലേഷൻ ഡിഫൈൻ ചെയ്യണം. സോ ഇതൊരു 1 to many റിലേഷനാണ്. അതായത് ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ മൾട്ടിപ്പിൾ സബ് കാറ്റഗറീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചൈൽഡ് കാറ്റഗറീസ് വരും. സോ 1 to many റിലേഷനാണ്. ഇതൊരു 1 to 1 റിലേഷൻ അല്ല, 1 to many റിലേഷനാണ്.
സോ നമ്മൾ വൺ ടു മെനി റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബിലോങ്സ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെക്കറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഡെക്കറേറ്ററിൽ നമ്മൾ സെയിം പോലെ തന്നെ കാറ്റഗറി ഏത് ഫോറിൻ കീ ആണെന്നുള്ളത്. സോ നമ്മൾ ഈ ഒരു എൻറ്റിറ്റിയിലുള്ള ഫോറിൻ കീ ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ടേബിളിനുള്ളിലുള്ള കോളത്തിൻ്റെ നെയിമല്ല, ഈ എൻറ്റിറ്റിയിലുള്ള ആ ഒരു കോളത്തിൻ്റെ നെയിമാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇനി ആ ഒരു പാരൻറ്റ്, അപ്പോൾ അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും? കാറ്റഗറി. ഓക്കെ, സോ ആ ഒരു നമ്മൾ ആ ഒരു ഫോറിൻ കീ റിലേഷൻസ് അസോസിയേഷൻസ് സെറ്റ് ചെയ്തു. അപ്പോൾ കാറ്റഗറി ടേബിൾ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇതേപോലെ നമുക്ക് ഓരോ ടേബിൾസും കംപ്ലീറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് വരുന്നതാണ് പ്രോഡക്റ്റ് ടേബിൾ. സോ പ്രോഡക്റ്റ് ടേബിളിനുള്ളിൽ എൻറ്റിറ്റീസ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഫോൾഡറിനുള്ളിൽ പ്രോഡക്റ്റ് ഡോട്ട് എൻറ്റിറ്റി ഡോട്ട് py എന്നുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പ്രോഡക്റ്റ് ടേബിൾ നോക്കാം ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. സോ അത്രയും ഫീൽഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് കാറ്റഗറി ടേബിളിൻ്റെ ഒരു കോപ്പി എടുത്ത് നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇത് പ്രോഡക്റ്റ്സ് എന്നാക്കുന്നു, എൻറ്റിറ്റിയുടെ നെയിം പ്രോഡക്റ്റ് എന്നാക്കുന്നു. ഓക്കെ, സോ ഫസ്റ്റ് തിങ് എല്ലാത്തിലും ID പ്രൈമറി കീ ആയിട്ട് വരുന്നുണ്ട്. സോ ഫസ്റ്റ് എൻറ്റിറ്റിയിലുള്ള ഫസ്റ്റ് വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. സോ നെക്സ്റ്റ് നെയിമാണ്, ഓൾറെഡി നെയിം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നോട്ട് നള്ളാണ്. നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രിപ്ഷൻ ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നള്ളബിൾ ഫീൽഡാണ്. അതിൻ്റെ ടൈപ്പ് ടെക്സ്റ്റ് ആണ്. ഓക്കെ, സോ ഇതൊരു സ്ട്രിങ് ആണ്, ഇത് നള്ളബിൾ ആയിരിക്കും. സോ ഇതിൻ്റെ ടൈപ്പ് വരുന്നത് ടെക്സ്റ്റാണ്. ഓക്കെ, എല്ലാവരും ട്രൂ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രൈസ് കോളമാണ്. അതായത് ഇവിടെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡിഫൈൻ ചെയ്യാനുള്ള കോളമാണ്. ഓക്കെ, സോ പ്രൈസ് കോളത്തിന് നമുക്ക് രണ്ട് ടൈപ്സ് ഉണ്ട്. ന്യൂമറിക് എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഉണ്ട്, ഡെസിമൽ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഉണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ എമൗണ്ട് അല്ലെങ്കിൽ ഒരു കറൻസി റിലേറ്റഡ് തിങ് വരുമ്പോൾ നമ്മളെപ്പോഴും ഡെസിമലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഡെസിമലിൽ പ്രിസിഷനും സ്കെയിലും പറഞ്ഞു കൊടുക്കാം. അതായത് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 10 digits + 2 decimal points എന്നുള്ളത്. അപ്പോൾ ഇവിടെ 10,2 എന്ന് കൊടുക്കാം. ആ ഒരു പ്രിസിഷൻ അവിടെ ആഡ് ആവും. പിന്നെ ഇത് നള്ളബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. സോ എല്ലാവരും ഫാൾസ് ആയിരിക്കും. ഇവിടെ നമ്മൾ സ്ട്രിങ് അല്ല നമ്പറായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ ഇത് നോട്ട് നള്ളായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് കോളം എന്നുള്ളത് സ്റ്റോക്കാണ്. സോ സ്റ്റോക്കിന് ഒരു ഡിഫോൾട്ട് വാല്യൂ കൂടിയുണ്ട് 0 ആയിട്ട്. അതായത് ഇനീഷ്യലി ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ജസ്റ്റ് കോളം കോപ്പി ചെയ്യുന്നു. സ്റ്റോക്ക് ഇത് നോട്ട് നള്ളബിൾ ആണ്, കാരണം ഡിഫോൾട്ട് വാല്യൂ 0 ആയിട്ട് എപ്പോഴും വരുന്നുണ്ട്. സോ ഇതിൻ്റെ വാല്യൂ നമ്മൾ ഇൻറ്റിജർ ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. സോ അതൊരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. പിന്നെ അതിനൊരു ഡിഫോൾട്ട് വാല്യൂ കൂടി പറഞ്ഞു കൊടുക്കണം, അത് 0. ഓക്കെ, അത് സെറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് കാറ്റഗറിയാണ്. സോ ഈ കാറ്റഗറി ID എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാറ്റഗറി ടേബിളിലോട്ടുള്ള ഫോറിൻ കീ ആണ്. സോ അത് നമ്മൾ ഓൾറെഡി നേരത്തെ ഫോറിൻ കീ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഫോറിൻ കീ ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് അറിയാം. സോ ഇവിടെ കാറ്റഗറി ID, ഇനി കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ നമുക്ക് ഓൾറെഡി ഒരു സ്ഥലത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇമ്പോർട്ട് ചെയ്യാം. സോ ആ ഒരു മോഡൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ഇനി അതിൻ്റെ ടൈപ്പ് ബിഗിൻഡാണ്. ഇവിടെ അലൗ ഫാൾസ്. ഓക്കെ, ഇവിടെ ഫീൽഡിൻ്റെ പേര് കാറ്റഗറി ID എന്നായിരിക്കും. ഇവിടെ വരുമ്പോൾ ബിലോങ്സ് ടു തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു 1 to many റിലേഷൻ തന്നെയാണ്. സോ ഇവിടെ വരുമ്പോൾ കാറ്റഗറി ID ഇവിടെ പാരൻ്റ് എന്ന് മാറ്റിയിട്ട് കാറ്റഗറി കൊടുക്കുക. കാറ്റഗറി. സോ കാറ്റഗറി ഡിഫൈൻ ചെയ്തു. പിന്നെ ക്രിയേറ്റഡ് അറ്റ്, ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ യൂസർ ടേബിൾ നമ്മൾ ക്രിയേറ്റഡ് അറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
സോ ഈ സെയിം ഇത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. പ്രൊഡക്റ്റ് എൻറ്റിറ്റി ക്രിയേറ്റഡ് ആയിട്ട് ഡെക്കറേറ്റഡ്. ഓക്കെ, സോ അത് ആഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് പ്രൊഡക്ട്സ് ടേബിൾ കഴിഞ്ഞു. ഇനി ഓർഡേഴ്സ് ടേബിൾ. സോ entities order.entity.ts product table copy orders order. ഓക്കെ, ഇനി നമുക്ക് അവിടെ വരുന്നത് യൂസർ ഐ ഡി. ഇവിടെ വരുന്നത് ഫോറിൻ കീ റിലേഷൻ എന്ന് പറയുന്നത് യൂസർ ഐ ഡി ആണ്. ഓക്കെ, സോ ഇവിടെ യൂസർ ഐ ഡി സ്ട്രിങ് തന്നെ ബിഗിൻ. ഇവിടെ യൂസറിനെയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. കാറ്റഗറിയുടെ ആവശ്യമില്ല നമുക്ക്. സോ ഇവിടെ യൂസർ ഐ ഡി ആ ഒരു ഫോറിൻ കീ റിലേഷൻ കഴിഞ്ഞ് ഇനി അടുത്തത് സ്റ്റാറ്റസ് ആണ്. സോ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് അത് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഒരു varchar നോട്ട് നൾ ഫീൽഡ് ആണ്. സോ ഇവിടെ ആ ഒരു സ്ട്രിങ് ആയിട്ട് നോട്ട് നൾ ഫീൽഡ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടോട്ടൽ എമൗണ്ട്. സോ ടോട്ടൽ എമൗണ്ട് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു പ്രൈസ് കോളം ഡിഫൈൻ ചെയ്തായിരുന്നു. അതേപോലെ തന്നെ ടോട്ടൽ എമൗണ്ട്, ആ ഫീൽഡിൻ്റെ പേര് ഫീൽഡ് ടോട്ടൽ എമൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതിൽ വരുന്നത് ക്രിയേറ്റഡ് ആയിട്ടാണ്. ക്രിയേറ്റഡ് ആയിട്ട് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സെയിം തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഓർഡർ ടേബിളും ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് ഓർഡർ ഐറ്റംസ് ടേബിളാണ്. സോ ഓർഡർ ഐറ്റംസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ -item.entity.ts. ഓക്കെ, ഓർഡർ ഐറ്റംസ്, ടേബിളിൻ്റെ പേര് ഓർഡർ ഐറ്റംസ്. സോ ടേബിളിൻ്റെ പേര് ഓർഡർ ഐറ്റംസ്, ഓർഡർ എൻറ്റിറ്റിയുടെ പേര് ഓർഡർ ഐറ്റം. ഓക്കെ, നെക്സ്റ്റ് ഓർഡർ ഐ ഡി. ഇവിടെ ഫോറിൻ കീ റിലേഷൻ വരുന്നത് ഓർഡർ ഐ ഡി ആണ്. സോ ഇവിടെ നമ്മൾ ഓർഡർ ടേബിളിൽ ഇമ്പോർട്ട് ചെയ്തു. ഓർഡർ ഐ ഡി. ഓക്കെ, നെക്സ്റ്റ് കോളം വരുന്നത് പ്രോഡക്റ്റ് ഐ ഡി ആണ്. സോ ഇതേപോലെ ഒരു ഫോറിൻ കീ നമ്മൾ ഡിഫൈൻ ചെയ്യണം. പ്രോഡക്റ്റ് ഐ ഡി, പ്രോഡക്റ്റ് ഫോറിൻ കീ പ്രൊഡക്റ്റ് എൻറ്റിറ്റി എന്നാണ്. പ്രോഡക്റ്റ് ഐ ഡി, പ്രോഡക്റ്റ് ഐ ഡി. അതേപോലെ ഇവിടെ ഓർഡർ ഐ ഡി എന്നാണ്. സ്നേക്ക് കേസ്. ഓക്കെ, അത് ഡിഫൈൻ ചെയ്തു. ഇനി നെക്സ്റ്റ് അതിൽ വരുന്നത് ക്വാണ്ടിറ്റി ആണ്. സോ ക്വാണ്ടിറ്റി അത് ഇൻറ്റിജറാണ്, എല്ലാം ഫാൾസ് ആണ്. ആ ഒരു ക്വാണ്ടിറ്റി വാല്യൂ അവിടെ വരും. ഇത് നമ്പറാണ്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് പ്രൈസ്. ടോട്ടൽ എമൗണ്ട് എന്നുള്ളത് യൂണിറ്റ് പ്രൈസ് എല്ലാം ഫാൾസ് ആണ്. ഓക്കെ, പിന്നെ ക്രിയേറ്റഡ് ആയിട്ട് കോളം ഇല്ല. ഓക്കെ, ഫൈൻ. സോ ആ ഒരു കോളം ക്രിയേറ്റ് ചെയ്തു.
നെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് പേയ്മെൻറ്റ്സ് ടേബിളാണ്. സോ പേയ്മെൻറ്റ് എൻറ്റിറ്റീസ്, payment.entity.ts, okay, payments, payment. ഇവിടെ പേയ്മെൻറ്റ് ടേബിളിൽ നമുക്ക് വരുന്നത് ഓർഡർ ഐ ഡി. സോ ഓർഡർ ഐ ഡി നേരത്തെ നമ്മൾ ഓർഡർ ഐറ്റംസ് ടേബിളിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെന്നുള്ളത് ഫോറിൻ കീ റിലേഷൻ ഉണ്ട്, അത് കോപ്പി ചെയ്തോടെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഓർഡർ എൻറ്റിറ്റി ടേബിൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് മെത്തേഡാണ്. അത് ജസ്റ്റ് നമ്മൾ സ്റ്റാറ്റസ് പോലെ ഒരു കീയുടെ കീപ്പ് ചെയ്താൽ മതി. പേയ്മെൻറ്റ് മെത്തേഡ്, അതും അതൊരു നല്ലബിൾ ഫീൽഡായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഡിപ്പെൻസ്, നമുക്ക് നമ്മുടെ യൂസ് കേസിനനുസരിച്ചിട്ട് നല്ലതാണോ നോട്ട് നല്ലതാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. നമ്മളവിടെ നല്ലതായിട്ടാണ് കീപ്പ് ചെയ്തേക്കുന്നത്. അതുപോലെ സ്റ്റാറ്റസ് ഓൾസോ നമ്മൾ നല്ലതായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, എമൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കോളം കൂടിയുണ്ട്. എമൗണ്ട് നമ്പർ, അതും ഒരു നല്ലബിൾ കോളമായിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഉള്ളത് ഒരു പെയ്ഡ് അറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡാണ്. സോ നമ്മൾ നേരത്തെ ക്രിയേറ്റഡ് അറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. സോ ഇതിൽ ക്രിയേറ്റഡ് അറ്റിൻ്റെ ആവശ്യം ഇല്ല, പെയ്ഡ് അറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് മതി. പെയ്ഡ് അറ്റ്, ഇതൊരു ഡേറ്റ് ആണ് ഈ ഒരു ഫീൽഡ്. പെയ്ഡ് അറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് അലൗനാൽ ട്രൂ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എൻറ്റിറ്റീസിൽ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. സോ എൻറ്റിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ എൻറ്റിറ്റീസ് എങ്ങനെയാണ് ഓരോ മൊഡ്യൂളിലും ഇനീഷ്യലൈസ് ചെയ്യുന്നത്. കാരണം ഓരോ മൊഡ്യൂളിൽ ഇനീഷ്യലൈസ് ചെയ്താലേ നമുക്ക് ഈ എൻറ്റിറ്റീസ് ലോഡ് ചെയ്ത് ഡാറ്റാബേസിലോട്ട് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ എൻറ്റിറ്റീസ് നമ്മൾ ആ മൊഡ്യൂളിൽ ഇനീഷ്യലൈസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഇപ്പോൾ യൂസർ മൊഡ്യൂൾ എടുത്തു. ആ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. സോ ഇമ്പോർട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സീക്വലൈസ് ORM ആണ്. സീക്വലൈസ് മൊഡ്യൂൾ ഡോട്ട് ഫോർ ഫീച്ചർ. എന്നിട്ട് നമ്മൾ ഈ ഒരു എൻറ്റിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ യൂസ് ചെയ്തേക്കുന്ന എൻറ്റിറ്റീസ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. സോ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന യൂസർ എൻറ്റിറ്റിയാണ്. അതേപോലെ തന്നെ ഈ ഒരു സീക്വലൈസ് മൊഡ്യൂൾ നമ്മൾ ഇവിടെ നിന്ന് റീ എക്സ്പോർട്ട് ചെയ്യണം. എന്നാലേ നമ്മൾ യൂസർ മൊഡ്യൂൾ എവിടെ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡിപ്പെൻഡൻസീസ് ഇനീഷ്യലൈസ് ആകത്തുള്ളൂ. സോ സീക്വലൈസ് മൊഡ്യൂളാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ ഡിപ്പെൻഡൻസി. സോ സീക്വലൈസ് മൊഡ്യൂൾ നമ്മൾ ഇവിടെ നിന്ന് റീ എക്സ്പോർട്ട് ചെയ്തേക്കുവാണ്. സോ നെക്സ്റ്റ് ഏതായിരുന്നു നമുക്ക് കാറ്റഗറി. സോ കാറ്റഗറി മൊഡ്യൂൾ ഇവിടെ നമ്മൾ സെയിം പോലെ തന്നെ ഇമ്പോർട്ട്സ് സീക്വലൈസ് മൊഡ്യൂൾ ഡോട്ട് ഫോർ ഫീച്ചർ. ഇവിടെ എൻറ്റിറ്റീസ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് കാറ്റഗറി എൻറ്റിറ്റിയാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യണം സീക്വലൈസ് മൊഡ്യൂൾ. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് പ്രോഡക്റ്റാണ്. ഇമ്പോർട്ട്സ് സീക്വലൈസ് മൊഡ്യൂൾ ഡോട്ട് ഫോർ ഫീച്ചർ. ഇവിടെ പ്രോഡക്ട്സ്, ഇതേപോലെ എക്സ്പോർട്ട് സീക്വലൈസ് മൊഡ്യൂൾ. സെയിം ഫോർ
ഓർഡർ. സോ ഓർഡേഴ്സിലോട്ട് വരുമ്പോൾ നമുക്ക് 2 എൻറ്റിറ്റീസ് ഉണ്ട്. സോ നമ്മൾ ഇമ്പോർട്ട്സ് സീക്വലൈസ് മൊഡ്യൂൾ ഡോട്ട് ഫോർ ഫീച്ചർ. സോ ഇതൊരു അറയാണ്. സോ നമുക്ക് ഇവിടെ ഓർഡർ എൻറ്റിറ്റിയും ഓർഡർ ഐറ്റം എൻറ്റിറ്റിയും ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ എക്സ്പോർട്സിൽ നമുക്ക് സീക്വലൈസ് മൊഡ്യൂൾ തിരിച്ച് എക്സ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് മൊഡ്യൂളാണ്. സോ ഹിയർ ഓൾസോ ഇമ്പോർട്ട്സ് സീക്വലൈസ് മൊഡ്യൂൾ ഡോട്ട് ഫോർ ഫീച്ചർ പേയ്മെൻറ്റ് എൻറ്റിറ്റി എക്സ്പോർട്സ് സീക്വലൈസ് മൊഡ്യൂൾ. ഓക്കെ, സോ നമ്മൾ എൻറ്റിറ്റീസ് എല്ലാവരും ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ റൺ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റാർട്ട് കമാൻഡ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സ്റ്റാർട്ട് കമാൻഡ് വെച്ചിട്ട് റൺ ചെയ്യാം. ഓക്കെ, നമ്മൾ നമ്മുടെ സ്റ്റാർട്ട് കമാൻഡ് വെച്ചിട്ട് റൺ ചെയ്തു. സോ എന്താ നമ്മുടെ ടേബിൾസ് ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ കാണാം നമ്മൾ ടേബിൾസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇത് ക്രിയേറ്റ് ആവാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ക്രിയേറ്റ് ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പ് മൊഡ്യൂളിൽ, നമ്മുടെ ഡാറ്റാബേസ് മൊഡ്യൂളിൽ നമ്മളൊരു അഡീഷണൽ വാല്യൂ നമ്മളിത് ഡാറ്റാബേസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുതിയ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ലോഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഓട്ടോ ലോഡ് മോഡൽസ്. ഇവിടെ സിങ്ക്രണൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മുടെ എൻറ്റിറ്റീസിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ചേഞ്ച് ആ ഒരു ചേഞ്ച് ഇവിടെ റിഫ്ലക്റ്റ് ആവണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ ഒരു സിങ്ക്രണസ് മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ, ഈ സിങ്ക്രണസ് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ. സോ നമ്മുടെ ആപ്ലിക്കേഷൻ ഡാറ്റാബേസ് കണക്റ്റ് ആകുമ്പോൾ തന്നെ ആ ഒരു ടേബിൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ആവും ഓട്ടോമാറ്റിക്കലി. സോ അത് നമ്മൾ ആഡ് ചെയ്തു. ഡാറ്റാബേസിൽ നമ്മുടെ ഫീൽഡ്സ് എല്ലാം വന്നിട്ടുണ്ട്, ടേബിൾസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഡാറ്റാബേസിലോട്ട് എങ്ങനെയാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.